ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കളിക്കണമെന്ന് വെച്ചാൽ മെക്ക ഫയർ ആണ്. ഇന്നലെയും കളിച്ചായിരുന്നു. എന്നാലും ചുമ്മാ പാർട്ട് 2 ഇതിപ്പോൾ ഞാൻ അതുകൂടെ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും അതുകൂടെ അപ്ഗ്രേഡ് ആക്കി പവർഫുൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എൻ്റെ കോറി തന്നെ ഇപ്പോൾ 3 എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാം ഒക്കെ നടക്കണുണ്ട്. പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം കൂടെ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളത്തിനും കൂടെ വേണ്ടി. അപ്പോൾ അതൊക്കെ ബിൽഡാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ടായിരുന്നു. സിറ്റിസൺ വേണ്ടേ? അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ സിറ്റിസൺ. ഓക്കെ, ഒരാളെ സിറ്റിസൺ ആക്കിയിട്ടുണ്ട്. അതിൽ ജോലി ചെയ്യാനായിട്ട്. പിന്നെ ആ ജോലി അവർ നോക്കിയോളൂ. ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. പിന്നെ പവർ പ്ലാന്റ് അവിടെ ഇരുന്ന് വർക്ക് ആവുന്നുണ്ട്. കോർ എല്ലായിടത്തോട്ടും ഓക്സിജൻ കൊടുക്കണമുണ്ട്. ഇപ്പം ഞാൻ ഈ ഗെയിമിൽ എത്തിക്കൂടെ അതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസൊക്കെ മൈൻ ചെയ്യണം എന്തോ ഒരു സാധനമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ക്ലെയിം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ അപ്ഗ്രേഡ് ആക്കാനാണ് പറയുന്നത്. എനിക്ക് എല്ലാം അപ്ഗ്രേഡ് ആകുന്നുണ്ട്. എൻ്റെ കയ്യിൽ വെറും 19,000 എന്തോ ഇതിലൊരു കറൻസിയേ ഉള്ളൂ. എനിക്ക് അപ്പം ലിവിങ് കോഡ് ഇപ്പോൾ 2-3 ഉണ്ട്. കാരണം അവിടുത്തെ സിറ്റിസൺമാരും 6 സിറ്റിസൺസ് ഉണ്ട്. ഡൈനിങ് ഹാളിലും ആൾക്കാരെ ഇപ്പം ആക്കാൻ പറ്റത്തില്ല. അത് പിന്നീട് ആക്കാൻ പറ്റത്തുള്ളൂ. ഡൈനിങ് ഹാളിൽ അത് അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷെ ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓക്കെ ഞാൻ പയ്യെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വെച്ചു. ഇവിടുത്തെ പവർ പ്ലാന്റിൽ വീണ്ടും ഇലക്ട്രിസിറ്റിക്ക് കൂടെ ഒരാളിനെ കയറ്റിയിട്ടുണ്ട്. ആ പവർ പ്ലാന്റിൽ ഇതെനിക്ക് തോന്നണ ഇലക്ട്രിസിറ്റി ആണോ ഓക്സിജനാണോ എന്തൊക്കെ സംഭവമാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് മാർസിലെന്തോ സംഭവമല്ലേ. ഞാൻ വാട്ടർ ടാങ്ക് പിന്നെ ഇപ്പം അതിൽ പോകണം. 40 ഇതിലാണ് പോകണം. പിന്നെ അണച്ചിട്ട് എല്ലാവരും ശ്വാസം മുട്ടിച്ചാവട്ടെ. ഒന്നും നോക്കണം. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഓക്സിജനും കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇത്രയും നല്ലൊരു സ്ഥലം ഒരുങ്ങിയിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ പോലും. 68% ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇതെന്തോ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറയണുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ എന്തൊക്കെ കാണിക്കണം. ഓക്കെ, വന്ന് അപ്ഗ്രേഡ് 2 സെക്കൻഡ് അപ്പോൾ പെട്ടെന്ന് കഴിയും. പക്ഷേ ഇനി അങ്ങോട്ട് ലെവൽ പോകുമ്പോൾ ഭയങ്കര പാടാണ് അപ്ഗ്രേഡ് ചെയ്യാൻ. 1-1.5 മണിക്കൂർ ഓടിക്കും. പക്ഷെ നമുക്ക് മൈൻ ചെയ്യാം. ഡയമണ്ടൊക്കെ മൈൻ ചെയ്യാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഇതാണ് ഈ ഡയമണ്ട് മൈൻ ചെയ്യുമ്പോൾ ഈ ഡയമണ്ട് വെച്ചിട്ട് നമുക്ക് സമയം കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം അത് ഈ പൈസ കൊടുക്കുമ്പോൾ ഒരു അത്രയെങ്കിലും ടൈം കൊണ്ട് ഇത് ചെയ്യുമെങ്കിൽ ഈ ഡയമണ്ട് കൊടുക്കുമ്പോൾ ഇത് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ മൈൻ ചെയ്ത് ഓരോന്നൊക്കെ ചെയ്ത് ഇപ്പോൾ ആരെ ഉറങ്ങണ ടൈമാണ്. അപ്പോൾ ഇതിലെല്ലാം കാണിക്കും. ഇതിൽ 68% എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റും. ഇത് മോണിറ്റർ ചെയ്യും. പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അത് കുറേശ്ശെ എനിക്കിത് നൂബാണ്. ഞാനത് ആദ്യമായിട്ട് കളിച്ച് വരുന്നതേ ഉള്ളൂ. എന്നിട്ട് വാഷ് ബേസിൻ എന്നൊക്കെ കാണിക്കണമെന്നുണ്ട്. കൈയൊക്കെ കഴുകാനായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളെ പവർ പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഓക്കെ, അപ്ഗ്രേഡ് വീണ്ടും ചെയ്തു. ഓക്കെ, അടുത്ത പവർ പ്ലാന്റ് ഒരു പവർ പ്ലാന്റിന് എന്തോ ബാറ്ററി ബാങ്ക് അതെന്തിനാണോ അത് 2 ഉണ്ട്. അപ്പോൾ പവർ പ്ലാന്റ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് കിച്ചണിൽ ആളിനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്ത് 9 സെക്കൻഡ് ഞാൻ പറഞ്ഞ ഇനി കുറേശ്ശെ ഇങ്ങനെ കയറി പോവും. പിന്നെ ഇതിൻ്റെയൊക്കെ ഈ മെക്ക ഫയർ അങ്ങനത്തെയൊക്കെ ഗെയിംസുകളൊന്നും വലുതായിട്ട് ആർക്കും ഇഷ്ടമില്ലെന്ന് തോന്നണം. കാരണം വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊന്നും കിട്ടണില്ല. വ്യൂസ് കുറേ കിട്ടുന്നുണ്ട്. ഏകദേശം 800 ഒക്കെ അടുപ്പിച്ച് ഇപ്പോൾ എൻ്റെ ടോട്ടൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ,
എല്ലാവരും ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബിൽ ഞെക്കിയാൽ മതി. പിന്നെ ഷോർട്ടായിട്ട് ഞാൻ ഇന്ത്യൻ ബൈക്സിൻ്റെ ഏതെങ്കിലും ഒരു ചീറ്റ് കോഡ് ഞാൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്തൊക്കെ കാണിക്കുന്നുണ്ട്. റിസോഴ്സ് പിറ്റ് ഇൻ്റർസിറ്റി. അതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ മൈൻ ചെയ്യണ സ്ഥലം. ഓക്കെ, നമുക്ക് ആ മൈൻ ചെയ്യണ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആ മൈൻ ചെയ്യണ സ്ഥലത്തോട്ട് എന്തിനാ കൊടുക്കാൻ പറഞ്ഞേക്കാണ്, എന്തിനാ കണക്ട് ചെയ്യാൻ എന്തിനാന്നൊക്കെ കാണിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്ഗ്രേഡ് ദ വാട്ടർ ടാങ്ക് എന്ന് പറയും. ഇതെന്തിനാ ഇവരിങ്ങനെ ഇരുന്ന് കുഴിക്കണം നമുക്ക് നമ്മൾ ഇപ്പം ഇവന്മാർ കുഴിച്ച് ഇപ്പം കഴിയും. പക്ഷെ ഒന്നും നടക്കാൻ പോണില്ല. നമ്മളവിടെ അത് നോക്കിയിരിക്കണ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയണ. ഓക്കെ, ഓരോന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം. വാട്ടർ ടാങ്ക് തന്നെ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണം. നെക്സ്റ്റ് ഓക്കെ, പുതിയൊരു വാട്ടർ ടാങ്കും കൂടെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് സിറ്റിസൺ ആക്കണം. ഇപ്പം ഞാനിത് ഗെയിം അത്യാവശ്യം പഠിച്ച് വരുന്നുണ്ട്. ഞാനിത് ഏകദേശം അടുത്തിട്ട് 2 ദിവസം ഉണ്ടായി. എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ടൈമില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അതൊക്കെ അപ്ഗ്രേഡാക്കി. നീ ഫാമെ ഫുള്ളി അപ്ഗ്രേഡാക്കാൻ 10 സെക്കൻഡ് വേണം. ഓക്കെ, ഇതിപ്പോൾ ഒരു സാധനം ഇപ്പോൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റത് അപ്ഗ്രേഡ് ആവില്ല. അതാണ് ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഫാം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കോർ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കി പറ്റൂല. അങ്ങനെ അതെനിക്കൊരു വല്ല ഇതായിട്ട് വരും. കാരണം നമുക്ക് ഇപ്പോൾ പെട്ടെന്നല്ലേ ചെയ്യാൻ നോക്കിയാൽ പറ്റൂല. അല്ലെങ്കിൽ നമ്മൾ ഡയമണ്ട് ഓടിക്കേണ്ടി വരും. പക്ഷേ 10 സെക്കൻഡൊക്കെ എന്ത് വെയിറ്റ് ചെയ്താൽ എന്ത് അതുകൊണ്ട് ഞാൻ കൊടുക്കൂല. ഓക്കെ, വാട്ടർ ടാങ്കിൻ്റെ ഭാഗത്ത് 2 സിറ്റിസണ്ണ ജോലിക്ക് നിർത്തിക്കൊണ്ട് എനിക്കെന്താ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതും ക്ലെയിം ചെയ്ത് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ മൈനിങ് സ്ഥലത്തോട്ട് പോയി ഞാൻ കുറേ ഡയമണ്ട് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സിറ്റിസണ്ണ കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ കൊടുക്കണില്ലല്ലോ. എന്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സിറ്റിസണ്ണ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാന. ഓക്കെ, നല്ല പേര്. അവിടെ സിറ്റിസണ്ണ കൊടുത്തുകൊണ്ട് എനിക്ക് വീണ്ടും എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ അതെടുത്തില്ല. അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. പവർ പ്ലാന്റിന് അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആവുന്നില്ല, കണ്ടോ, ആവുന്നില്ല. മറ്റത് അപ്ഗ്രേഡ് ആയാലേ ഇത് അപ്ഗ്രേഡ് ആവത്തുള്ളൂ. ഇതിലൊക്കെ ഒരു നമ്പറുണ്ട്. ആ നമ്പരെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെത്ര ഉണ്ട്. അപ്പം ആ ഫാം 3 പ്രാവശ്യം അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതുപോലെ ഓരോന്നിലും നമ്പർ കാണും. പവർ പ്ലാന്റിൽ നമ്പർ എന്തോ പവർ പ്ലാന്റിലും കോറിലും നമ്പർ ഉണ്ടാകുന്ന വെച്ചാൽ എനിക്കറിയാൻ വയ്യ. ഓക്കെ, വാട്ടർ പ്ലാന്റ് എന്ന് വാട്ടറിൻ്റെ എന്ത് സംഭവത്തിൽ എന്തോന്നില്ല. ഓക്കെ, ആ കോറിലും നമ്പറുണ്ട് 3 വട്ടം. ഓക്കെ, അപ്പോൾ പവർ പ്ലാന്റ് 2 വട്ടം അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. പറന്നാണ് ഞാൻ അപ്ഗ്രേഡ് ആക്കുന്നത്. നമുക്ക് സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. സിറ്റിസൺസ് ഇപ്പോൾ 8 പേര് വന്നിട്ടുണ്ട്. ആർക്കും ഇവിടുത്തെ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ 53% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കി ആർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി കുറേ ലിവിങ് ബോർഡുകളൊക്കെ ഉണ്ടാകണം. ഇപ്പം ഒരിക്കൽ കയറി കിടക്കാം. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ ക്ലിക്ക് ഒക്കെ ഇതൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബങ്ക് ബെഡ് അവരൊക്കെ എന്താ വാട്ടർ ഡിസ്പെൻസർ എന്തോ സാധനം, കുടിക്കാനുള്ള വാട്ടറിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയാൻ വയ്യ എന്തിനാണ് എന്തോ സംഭവം എന്ന്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമുക്കിനി കോറ് ഇതാക്കാൻ പറ്റും. ഓക്കെ, കോറ് 3 മിനിറ്റ് എടുക്കും. എൻ്റെ ഇപ്പം 490 ഡയമണ്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണം മറ്റത് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് അപ്ഗ്രേഡ് ആക്കുന്നില്ല. ഇവന്മാർ ഇതുവരെ ഇത്രയും നേരമായിട്ടും കുഴിച്ച് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞതാണ്, എത്ര കുഴിച്ചാലും അവന്മാർക്ക് മതിയാവത്തില്ല. ഓക്കെ, 8 സിറ്റിസൺസ് ആയിട്ടുണ്ട്. ഇതിലിനിയും നമുക്ക് കുറേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കുറേ സിറ്റിസൺസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ വയ്യ. വേറെ കാലമൊക്കെ എന്തോ എനിക്കറിഞ്ഞൂടാ. ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഇങ്ങനെ
അപ്പോൾ അതിൽ ഇൻസ്റ്റൻറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പം അതിൽ നമ്മൾ ഞെക്കിയാൽ പെട്ടെന്ന് നമുക്ക് ഓക്കെ ഞാൻ ഞെക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഇതാ കഴിഞ്ഞ് കോർ റിയാക്ടറിനെ നമ്മൾ 4 ആക്കിയിട്ടുണ്ട്. അതാണ്ട് ആ മൈൻ ചെയ്യണ സ്ഥലം നമുക്കിതായിട്ടുണ്ട്. ആയില്ല, അവിടെ നിന്ന് എന്തോ ഒരു മോൺസ്റ്റർ വരികയാണ്. ഇതിൻ്റെ സീനുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആ മോൺസ്റ്റേഴ്സ് ഒന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാണ്. ഓക്കെ, വലിയ കൊമ്പും പല്ലൊക്കെ ഉള്ള മോൺസ്റ്ററാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ജീവിനെ ഞാൻ പണ്ടാണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ ജീവി എനിക്കറിഞ്ഞൂടാ. ഏവനോ തോക്കും കൊണ്ട് വലിയ ആളായി വെടിവെക്കുന്നുണ്ട്. ഓക്കെ ചത്തു. ഓക്കെ, യവനാണല്ലേ പുതിയ ക്യാരക്ടർ, ലാൻസ് എന്നാണ് എൻ്റെ പേര്. എനിക്കറിയാൻ വയ്യ പേരാണോ എന്തോ. സിറ്റിസൺസ് പറയണ അത് ഡൗൺ ആയി, താഴയിൽ വീണു. അത് ഇപ്പം എന്തിനാ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് ചത്തുപോയപ്പോൾ. എന്തൊരു പൈറോഗ്യമ്മ എന്തിനാ സാധനമാണ്, എന്തിനാണ് എന്തോ. എന്തിരിക്കും വല്ല ഡയമണ്ട് കിടക്കൊക്കെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ദിസ് ഈസ് എ ഷൈൻ. ഇതിനെ കൊല്ലുമ്പോൾ നമുക്ക് പൈറോഗ്യം കിട്ടുമെന്നൊക്കെയാണ് ആൾക്കാർ പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എല്ലാത്തിനെയും കൊല്ലണമെന്ന് പറഞ്ഞൊക്കെയാണ് ഈ പൊട്ടന്മാർ പറയണം. നമുക്ക് അതുകൊണ്ട് അവിടെ പൈപ്പ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ ഈ കുഴിക്കകത്ത് എന്തിനാണ് എന്തോ ഓക്സിജൻ. ഞാൻ അപ്പം അതിൻ്റെ ഉള്ളിലോട്ട് നോക്ക് എക്സ്പെഡിഷന് വേണ്ടി ഞാൻ പോവുകയാണ്. എക്സ്പെഡിഷന് പോകുമ്പോൾ നമുക്ക് വാവ് അതൊക്കെ കൊള്ളാം. അങ്ങനെയൊക്കെ പോകുന്നത് ഉണ്ട്. സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളവിടെ ലാൻസ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ 12 മിനിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മളവിടെ ലാൻസ് മാത്രമേ കാണത്തുള്ളൂ. ആദ്യം ഓട്ടോ ഒക്കെ നമുക്ക് ഓഫാണ്. നമ്മളായിട്ട് തന്നെ അതിൽ ഞെക്കുമ്പോഴാണ് ഇവൻ്റെ പവർഫുള്ളായിട്ടുള്ള മോഡ് വരുന്നത്. അപ്പോൾ ഒറ്റയടിയിൽ കൊല്ലാൻ പറ്റും. ഇത് കുറേ ഇത്ര ലെവലാകുമ്പോൾ നമുക്ക് ഓട്ടോ മോഡും സ്പീഡ് കൂട്ടാനും പറ്റും. അപ്പോൾ നമുക്ക് പറ ഓരോന്നിനെ കൊല്ലാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ട. എന്തിനാണ് ടാങ്കെന്നാണ് എന്നൊക്കെ കാണിക്കണുണ്ട്. ഓക്കെ, എന്തായാലും നല്ല രീതിക്ക് തന്നെ. ഓക്കെ, ക്ലിക്ക് ചെയ്യാമെന്ന് ഞാൻ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ക്ലിക്ക് ചെയ്തില്ല. ഓക്കെ, എന്തിനൊക്കെ നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡയമണ്ടുകൾ കുറേ കിട്ടിയുണ്ട്. പിന്നെ കോർ റിയാക്ടർ പിന്നെ ഓരോന്നൊക്കെ ചെയ്തതിന് നമുക്ക് വീണ്ടും പൈസയും ഇതൊക്കെ പൈസയല്ല ഡയമണ്ട് കിട്ടുകയാണ്. ഓക്കെ, എന്തോ സ്റ്റോം ഒരു പൊടിക്കാറ്റോ ചുഴലിക്കാറ്റോ എന്തോ വരുന്നു. എന്തിരി കൊതു എന്തോ ഒരു കാറ്റുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിനുള്ളതായിട്ട് ചാപ്റ്റർ. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 71% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്തിനാണാവോ മെയിൽ ബോക്സ് അല്ല ബിൽ ബോർഡ് എന്തിനാണോ എന്തോ എനിക്കത് മനസ്സിലായില്ല. ഞാൻ അതാണ് ഇതിലേക്ക് ഇട്ട് ഓരോന്നിൽ കുത്തിയത്. എന്തിനാണോ എന്തോ ഞാൻ മാറ്റിയിട്ടുണ്ട്. വീണ്ടും എന്തിനാണിത് സംഭവം എനിക്കൊന്നും അറിയാൻ വയ്യ. എവളാണ് ചീഫ് ലീ ചീഫ് എന്നും പറഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലെന്നാ ഇനിയുണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയാൻ വയ്യത് സംഭവം എന്തിനാണെന്ന്. ഓക്കെ, എന്തൊക്കെ കേട്ട് കുത്തുന്നു ഉണ്ട്. അപ്പോൾ ആദ്യം ആൾക്കാർക്കും 50% ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, 50% ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. ഓക്കെ, എന്തിരുന്നൊക്കെ വി സോൾവ് ഇറ്റ് സൂൺ ഇങ്ങനെയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെയാണ് എന്തോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ മാർസിലാണ് നിൽക്കണം. ദൂരെയാണ് നിൽക്കണം. ഓക്കെ, കോർ റിയാക്ടർ 10 കൂടെ പവർഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഈ കോർ റിയാക്ടർ അണച്ചാലും അവർക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കരുത്. കാരണം ഇപ്പം വീണ്ടും ലിവിങ് ബോർഡ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിറ്റിസൺസ് 8 പേരായതുകൊണ്ട് ഇപ്പം ലിവിങ് ബോർഡ് നിർമ്മിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കിടക്കാനുള്ള ബെഡ് പിന്നെ മാറ്റ് കാർപ്പറ്റ് പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്.
സിറ്റിസൺസ് ആയിട്ടുണ്ട്. നേരത്തെ 8 ഇന്ന് 8 10 അതെങ്ങനെ തിരക്കേ എന്തോ. ഓക്കെ, നമുക്ക് ഓരോന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. 4 5 6 ഓക്കെ, 35 സെക്കൻഡ് എടുക്കും ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം എൻ്റെ 539 ഡയമണ്ട്സ് ഉണ്ട്. ഓക്കെ, എത്ര പേർക്കാണ് നല്ല രീതിക്കൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. എത്ര പേര് ജോലിക്കുണ്ട്, എത്ര പേര് ജോലിക്കില്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് ജീവിക്കണ റേറ്റാണ്ട് കിടന്നു. ഈ വിൻഡാലിറ്റി 85% ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. എന്തോ കാണിക്കുന്നുണ്ട്. അവര് ഇതൊക്കെയാണ് തോന്നുന്നത്. എന്തിനാണ്